കൊച്ചിയിൽ MDMAയുമായി യൂട്യൂബർ റിൻസി അറസ്റ്റിലായ കേസിലെ അന്വേഷണം സിനിമാ മേഖലയിലേക്കും. റിൻസി മുംതാസ് വാടകയ്ക്കെടുത്തിരുന്ന ഫ്ളാറ്റ് ലഹരി ഇടപാടുകളുടെ കേന്ദ്രമാണെന്നാണ് കണ്ടെത്തൽ. സിനിമാ മേഖലയിലുള്ളവർ നിരന്തരം ഈ ഫ്ളാറ്റിൽ എത്തിയിരുന്നതായാണ് സംശയം. റിൻസി നടത്തിയത് ലക്ഷങ്ങളുടെ ലഹരി കച്ചവടമാണെന്നും പോലീസ് കണ്ടെത്തി. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ഈ റിൻസി എന്ന് പറയുന്നത് ഒരു സിനിമാ മേഖലയിലെ അടക്കം ലഹരി ഇടപാടുകളുടെ ഒരു കേന്ദ്രമാണ് എന്നതാണോ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്? അങ്ങനെ തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. റിൻസി ഒരു ലഹരി ഇടപാടിൽ ഒരു പ്രധാന കണ്ണിയായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ലക്ഷങ്ങളുടെ ലഹരി ഇടപാടാണ് ദിവസവും ഇവർ ചെയ്യുന്നത്. ഇതിൻ്റെ തെളിവുകളടക്കം വാട്സപ്പ് ചാറ്റുകളും സ്ക്രീൻഷോട്ടുകളും അടക്കമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. കാക്കനാട് ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്താണ് ഇവിടെ വെച്ചാണ് ഈ ലഹരി കച്ചവടം നടത്തുന്നത്. ഈ യുവതി മാത്രമല്ല, അവർക്കൊപ്പമുള്ള സുഹൃത്ത് യാസറും ആണ് ഇതിൽ. രണ്ടുപേരും ചേർന്നാണ് ലഹരി ഇടപാടുകൾ നടത്തുന്നത്. ബംഗളൂരുവിൽ നിന്നാണ് ഇവർ ലഹരി എത്തിക്കുന്നത്. യാസറിന് പണം നൽകി യാസറാണ് ഈ ലഹരി നാട്ടിലേക്ക് എത്തിച്ച് ബംഗളൂരുവിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തിച്ച് പിന്നീട് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നത്. ഇതിൽ സിനിമാ മേഖലയിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ യുവതി യൂട്യൂബർ കൂടിയായിട്ടുള്ള യുവതി സിനിമാ മേഖലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പല സിനിമാ താരങ്ങളുടെയൊക്കെ PR-മായിട്ട് ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ സിനിമാ മേഖലയിലടക്കം അടുത്ത ബന്ധമുള്ളവരാണ്. ചിലർക്കൊക്കെ ലഹരി ഇടപാട് നടത്തുന്നുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ഇപ്പോൾ പോലീസ് എന്തായാലും ഈ വിശദമായ മൊഴി എടുത്തതിന് ശേഷം ഇരുവരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ വിശദമായി ചോദ്യം ചെയ്ത് ചില സിനിമാ താരങ്ങളുടെ പേരുകൾ ലഭിച്ചു കഴിഞ്ഞാൽ അവരെയും ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആര്യ.